ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ പ്രിയപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായ ഇഡ്ഡലിയാണ്. നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഉഴുന്ന് 1 ഗ്ലാസ്, 3 ഗ്ലാസ് പച്ചരി, 1 ടീസ്പൂൺ ഉലുവ, ഇവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 3 പ്രാവശ്യം കഴുകിയാണ് ഞാൻ ഉഴുന്ന് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇതെല്ലാതും ഒന്നിച്ച് തന്നെ സോക്ക് ചെയ്യാൻ വയ്ക്കും. ആ വെള്ളത്തിൽ തന്നെയാണ് ഞാൻ ഈ മാവ് ഫുള്ളും അടിച്ചെടുക്കുന്നത്. അതിൻ്റെ കൂടെ 1.5 കയ്യിൽ ചോറ്, ഏത് ചോറാണോ നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുന്നത് ആ ചോറ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം മിക്സിയിലിട്ട് നമുക്ക് നന്നായി അടിച്ചെടുക്കാം. നന്നായി തന്നെ അടിക്കണം. അത് നമ്മളിങ്ങനെ കയ്യിലെടുത്ത് നോക്കുമ്പോൾ തീരെ തരിയായിട്ട് നമുക്ക് തോന്നരുത്. അത്രയും നല്ല സോഫ്റ്റാക്കി നമ്മൾ അടിച്ചെടുക്കണം. നമ്മുടെ മാവ് ഞാൻ അടിച്ച് പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് അടച്ച് വെക്കാം. അടയ്ക്കുമ്പോൾ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് വയ്ക്കുന്നത് നല്ലതായിരിക്കും. മാവ് പൊന്തി പുറത്തേക്ക് പോവാണ്ടിരിക്കാനാണ് നമ്മളത് ചെയ്യുന്നത്. പിറ്റേ ദിവസം നമ്മുടെ മാവ് ഇത്ര അധികം പൊന്തി വന്നിട്ടുണ്ട്. നമ്മൾ മുഴുവനായിട്ട് മാവിൽ ഉപ്പ് ഇടരുത്. നമ്മൾ ആവശ്യത്തിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് ഉപ്പ് ഇടാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ദോശയോ ഇഡ്ഡലിയോ എന്ത് വേണേലും ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടാണേ. ഈ സമയത്ത് നമുക്ക് മാവ് തീരെ തിക്കായിട്ടാണ് ഇരിക്കുന്നതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലേശം വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ച് അതിൽ ആവി വന്നതിന് ശേഷമാണ് നമ്മൾ ഇഡ്ഡലി തട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. നമുക്കിതേ പൂ പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ ഇതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് കാണിച്ചു തരാം. കുറേ പേര് പറയാറുണ്ട് ഇഡ്ഡലി പാത്രത്തിൽ ഇഡ്ഡലി മാവ് ഒഴിച്ച് കഴിയുമ്പോൾ ഇഡ്ഡലി ആയി കഴിയുമ്പോൾ എടുക്കാൻ കിട്ടില്ല, അതിൽ തന്നെ എല്ലാം ഒട്ടിപ്പിടിച്ച് പോകുന്നു. അതിനുള്ളൊരു എളുപ്പവഴിയാണേ, നെയ്യോ ബട്ടറോ കുറച്ച് വെളിച്ചെണ്ണയോ ഒന്ന് തടവി കൊടുത്താൽ മതി. ഇതാ നമ്മുടെ ഇഡ്ഡലി നോക്കിയേ, കൈ വെച്ച് തന്നെ നമുക്ക് ഇഡ്ഡലി തട്ടിൽ നിന്ന് ഇഡ്ഡലി എടുക്കാം. എത്ര സോഫ്റ്റാന്ന് നോക്കിയേ. ഈ റെസിപ്പി ഉപയോഗിച്ച് ഇനി നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ സ്റ്റാർ ആയിക്കോന്നേ. ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും തുടർന്നും ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസ് നിങ്ങൾക്ക് കിട്ടുന്നതിനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.